ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നുള്ള വാർത്ത വരുന്നു. കൊച്ചി ക്രൈംബ്രാഞ്ച് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, വിവരങ്ങൾ. ഉന്മേഷെ, സ്ത്രീകൾക്കുൾപ്പെടെ വാഗ്ദാനം നൽകി വലിയ തട്ടിപ്പ് നടത്തിയ, സ്കൂട്ടർ ഉൾപ്പെടെ നൽകാമെന്ന് വാഗ്ദാനം നൽകി വലിയ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറിക്കൊണ്ട് തീരുമാനം വന്നിരിക്കുന്നു. കൊച്ചി യൂണിറ്റ് ആവും കേസ് അന്വേഷിക്കുക. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ ഉയരുകയും 1000 കോടിക്കടുത്ത് തട്ടിപ്പ് നടന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക കൊച്ചി ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്ന യൂണിറ്റ് ആകുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് അവർക്ക് കേസ് അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വിവിധ സ്റ്റേഷനുകളിലുള്ള കേസുകൾ ഒരുമിച്ച് ഇനി ക്രൈംബ്രാഞ്ചിന്റെ കൈകളിലേക്ക് എത്തും. മൂവാറ്റുപുഴയിലടക്കം, എറണാകുളത്തടക്കം, കണ്ണൂരിലടക്കം കേസുകളുണ്ട്. സംസ്ഥാനത്തെ മിക്കവാറും ജില്ലകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരാതികളെല്ലാം ഇനി ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് കൈമാറും. നാളെ പ്രതിയെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ഇരിക്കെയാണ് കേസ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത്. ശ്യാംകുമാർ, ഈ നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ മിക്ക ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. കണ്ണൂർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ ഇപ്പോഴും ഈ പരാതികളുമായി അവിടെ ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏത് നിലയ്ക്കായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു പ്രത്യേക സംഘം ആ നിലയ്ക്കൊക്കെ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടോ? സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ നടത്തുന്ന സംഘം അതൊരു പ്രത്യേക സംഘം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് SP തീരുമാനിക്കുന്ന ഒരു ടീമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. നിലവിൽ എല്ലാ സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടാണ് തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെ ഈ കേസ് ഫയലുകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ശേഖരിക്കും. വിവിധ സ്റ്റേഷനുകളിലുള്ള കേസ് ഫയലുകളും കേസ് ഡയറികളും ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇതിനുശേഷമാകും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുക. നിലവിൽ ഈ കേസിൽ ആരോപണവിധേയരായിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെ ഇനി ക്രൈംബ്രാഞ്ച് ആയിരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകാരുടെ പുതിയ പരാതികളും ഇനി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 14 ജില്ലകളിലും കേസുകൾ വന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണിത്. അതുകൊണ്ട് തന്നെ 1000 കോടിയിലധികം രൂപയുടെ ഈ തട്ടിപ്പിൽ ഇനി അന്വേഷണം നടത്തുക ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാവും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും നാളെ മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതികൾ കൊച്ചി യൂണിറ്റിലേക്ക് കൈമാറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ക്രൈംബ്രാഞ്ച് ആരംഭിക്കുക. കേരളം കണ്ട വലിയ തട്ടിപ്പാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘം ഇത് അന്വേഷിക്കും എന്ന് എസ് ശ്യാംകുമാർ അറിയിക്കുന്നു കൊച്ചിയിൽ നിന്ന്.